കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയുമാണ് കേരളം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരമൊരു സംസ്ഥാനത്തെ ഒരു പാഠം പഠിപ്പിക്കാം, അതിൻ്റെ ഭാഗമായി ശിക്ഷിക്കാം, അതിനുള്ള ശ്രമമാണ് സംഘപരിവാർ എല്ലാ കാലവും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല. സോമാലിയോടായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. ആ രീതിയിൽ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ വല്ലാത്തൊരു താല്പര്യം സംഘപരിവാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ഇവിടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ അതിൻ്റെ ചില അനുഭവങ്ങൾ നമ്മളിപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ സഹായിക്കാനും വികസിപ്പിക്കാനും ഒക്കെ വലിയ താല്പര്യത്തോടെ സംസാരിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊന്നും വലിയ തോതിൽ നമ്മൾ പറഞ്ഞു നടന്നിട്ടില്ല. ഇപ്പം സാധാരണ നിലക്ക് കേന്ദ്ര സേനകൾ നമ്മെ സഹായിക്കാനെത്തുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് തിരികെ പോയി കഴിഞ്ഞാൽ ബില്ല് പിറകെ വരുന്ന അനുഭവം അത് നമുക്കുണ്ടായതാണ്. ഇവിടെ നമ്മുടെ സ്വന്തം സേന, മത്സ്യത്തൊഴിലാളികൾ എത്ര ത്യാഗനിർഭരമായാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. അവരാരെങ്കിലും ഒരു ചില്ലിക്കാശ് ചോദിച്ചു? അതേപോലെ തന്നെ പ്രളയത്തിൽ മുങ്ങുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അരി കേന്ദ്ര സഹായമായി ആ ഘട്ടത്തിൽ വേണമെന്ന് പറഞ്ഞ് നൽകി. അത് കേന്ദ്രം നൽകിയില്ലേ എന്നായിരുന്നു ചിലരൊക്കെ ആവേശപൂർവ്വം പിന്നീട് അവകാശപ്പെട്ടത്. പക്ഷേ പിന്നീട് കണ്ടത് ആ അരി തന്നതിന് അതിൻ്റെ കണക്ക് അണവൈ പറഞ്ഞ് വാങ്ങുന്ന നിലയാണ് നമ്മുടെ അനുഭവം. കേരളത്തിൽ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടായല്ലോ, ഭക്ഷണം നൽകിയല്ലോ, എവിടെയെങ്കിലും അതിന് കാശ് ഒതുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിൽ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാജ്യങ്ങൾ അവരെ അനുവദിക്കാതിരുന്ന അവസ്ഥ. അപ്പോൾ ഇപ്പോൾ വന്ന് കേരളത്തോട് അമിതമായ താല്പര്യം കാണിക്കുമ്പോൾ അതിൽ നേരത്തെയുള്ള അനുഭവം ജനങ്ങൾ സ്വാഭാവികമായി ഓർത്തുപോകും. സഹായം ചോദിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തുകയാണ് ചെയ്തത്. സഹായിക്കാൻ തയ്യാറായവരെ പോലും വിലക്കുകയാണ് ചെയ്തത്. ഇതിന് നേരത്തെ അത്തരം സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു വിഷമവും ഉണ്ടായിട്ടുമില്ല. ഗുജറാത്തിലടക്കം
ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ വന്ന് ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളത് തിരിച്ചറിയും എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ കോൺഗ്രസും BJPയും ഒരു ഇരട്ട സഹോദരങ്ങളായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് അകമ്പടി സേവിക്കുന്നതും UDF ആണ്. എല്ലാ തലത്തിലും ആ ബന്ധം കാണാൻ കഴിയും. ജനങ്ങൾ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ എത്ര സംസ്ഥാന സർക്കാരുകളെയാണ് കോൺഗ്രസ് BJPക്ക് സമ്മാനിച്ചത്? അങ്ങനെ വെള്ളിത്തളികയിലാക്കി BJPക്ക് കാഴ്ചവെക്കാനുള്ള പണ്ടമായി ഈ കേരളത്തെ മാറ്റാം എന്ന് കോൺഗ്രസ് വ്യാമോഹിക്കരുത്. അത്തരം ദുർമോഹങ്ങൾക്കുള്ള ഉചിതമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കും. വാഗ്ദാന ലംഘനങ്ങളുടെ അപ്പോസ്തലർ, വർഗീയതയുടെ ഉപാസകർ, ഇവരെയെല്ലാം പടിക്ക് പുറത്ത് നിർത്താൻ അറിയാവുന്ന നാടാണിത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഭായി കളി കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDF സർക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് നാടിനും നാട്ടുകാർക്കും നല്ല ബോധ്യവുമുണ്ട്. വേറിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അത് ജനങ്ങളുടെ ആകെ ബോധ്യവുമാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് പലതരത്തിലുള്ള സർവേയുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ആ ബോധ്യം കൊണ്ടാണ് LDF സർക്കാർ വീണ്ടും വരണം എന്ന ആഗ്രഹം കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി മാറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അത് നേരത്തെ അദ്ദേഹം വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നെ ഓർക്കുന്നത് ഇപ്പോഴായിരിക്കും. അതുകൊണ്ട് ശരണമെന്ന് വിളിച്ചായിരിക്കും. അത് ഓർത്തുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ധാരണയിൽ ശരണം വിളിച്ചതായിരിക്കാനാണ് സാധ്യത. അത് പറയാം, നാളെയല്ലേ അത് പറയാം. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചിലപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് നമ്മൾ ധരിച്ചാലും ഈ തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നൊരു കാര്യമല്ലല്ലോ. ഇവിടെ വൈദ്യുതി മേഖലയിൽ ഈ പറയുന്ന സ്വകാര്യവൽക്കരണ നടപടികൾ ആരാ സ്വീകരിച്ചത്? ആരാ തുടക്കം കുറിച്ചത്? അത് കോൺഗ്രസ് ആണല്ലോ തുടങ്ങുന്നത്. കോൺഗ്രസ് തുടങ്ങിയത് BJP തീവ്രമാക്കിയിട്ടുണ്ടാവും. രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ്. വൈദ്യുതി രംഗത്തും രണ്ടാൾക്കും വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ നയത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേരള ഗവൺമെൻറ് ചെയ്തത് എന്താ? കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഇവിടെയുള്ളത് കഴിച്ച് ബാക്കി ആവശ്യമുണ്ട്. അതിൽ നമ്മുടെ ജലവൈദ്യുതി കഴിച്ചാൽ പിന്നെ കുറച്ച് തെർമൽ പവർ നമുക്കുണ്ടായിരുന്നു.
ആ തെർമൽ പവറിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ അതിന് വല്ലാതെ വില കൂടുതലായി. ഇപ്പം NTPCയുടെ കായംകുളം നിന്നുള്ള വൈദ്യുതി അത് വാങ്ങേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ്. അത് വില കൂടിയതാണ് കാരണം, വല്ലാത്ത വിലയാണത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ പൊതു മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമാകുന്ന അവസ്ഥ വന്നു. അങ്ങനെ UDF സർക്കാർ തന്നെ പൊതു മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതിയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് സോളാർ എനർജി കോർപ്പറേഷൻ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുമേഖല സ്ഥാപനമാണ്. ആ സ്ഥാപനവുമായാണ് വൈദ്യുതി ബോർഡ് കരാർ ഒപ്പുവെച്ചത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ആ കണക്കുകൾ മുഴുവനില്ല. നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ വില, കുറഞ്ഞ വിലയല്ല എന്ന് പറയുന്നതിന് അതിനുള്ള മറുപടി, പിന്നെ ഇതിൻ്റെ തന്നെ മറ്റ് നമ്മളിവിടെ ഈടാക്കുന്ന വില എത്രയാണ് എന്ന കാര്യങ്ങൾ, എല്ലാ വിശദാംശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സോളാർ എനർജി കോർപ്പറേഷനുമായി വൈദ്യുതി ബോർഡ് കരാർ വെച്ച് അവരാണ് വൈദ്യുതി ബോർഡിന് വൈദ്യുതി നൽകുന്നത്. അവർ പല ആളുകൾക്ക് ഇന്ന് വാങ്ങുന്നുണ്ടാവും. അത് അവരുടെ കാര്യമാണ്, വൈദ്യുതി ബോർഡിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ വൈദ്യുതി ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയ കാര്യം അദാനിയുമായി ഒരു തരത്തിലുള്ള കരാറും ഒപ്പുവെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അതാണ് വസ്തുത എന്നത്. പുറത്തു വന്നിട്ടും താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പച്ച നുണ എന്ന് കുറച്ച് മയത്തം പറയുക. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണ്. അതേ അദ്ദേഹം ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. അതെ, അതല്ലേ നമ്മൾ കണ്ടത് നേമത്ത്. അതല്ലേ BJP നേതാവ് തലശ്ശേരിയിൽ ഷംസീർ തോക്കണമെന്നും മറ്റേ ഗുരുവായൂർ ലീഗ് നേതാവ് ജയിക്കണമെന്നും പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ പറയാൻ മടി. നേരത്തെ നേമത്തെ കാര്യം പറയാൻ തയ്യാറായില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചില്ലേ? അന്നത്തെ ജയിച്ച സ്ഥാനാർത്ഥിയും പറഞ്ഞു, തോറ്റ സ്ഥാനാർത്ഥിയും പറഞ്ഞു എന്താണ് നടന്നത്. ഇപ്പം ഉമ്മൻചാണ്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റും. ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള അവിശുദ്ധ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മറച്ചു വെക്കണം. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി LDFനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. LDFൻ്റെ പവിത്രത, ഈ വർഗീയതയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട്, അത് കേരളത്തിൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് കൂടെ നടക്കുന്ന അനുയായിക്ക് പോലും ബോധ്യമുള്ള കാര്യമല്ലേ അത്? ആരും സമ്മതിക്കുന്ന കാര്യമില്ല, ഏത് വലതുപക്ഷക്കാരനും സമ്മതിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നൊരവസ്ഥ വന്നാൽ അതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. വോട്ടംഗം പൂർണ്ണമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും ജാഗ്രത